അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രതി അവിനാശ് ശുക്ലയുടെ നിർണായക മൊഴി പ്രത്യേക അന്വേഷണ സംഘത്തിന്. ക്രമക്കേട് നടത്തിയെന്ന് അവിനാശ് ശുക്ല സമ്മതിച്ചു. ക്രമക്കേട് നടത്താൻ ചിലർ സഹായിച്ചതായും മൊഴിയുണ്ട്. സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിച്ചേക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വി.ജി ചേരുന്നു. വിനീത, എന്തൊക്കെയാണ് അവിനാശ് ശുക്ല നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് എത്തുന്ന സംഭാവനകൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന ജീവനക്കാരനായിരുന്നു അവിനാശ് ശുക്ല. കഴിഞ്ഞ ദിവസമാണ് അവിനാശ് ശുക്ലയെ അന്വേഷണ സംഘം ജയിലിലെത്തി ചോദ്യം ചെയ്തത്. ഏതാണ്ട് 2 മണിക്കൂറോളം ആ ചോദ്യം ചെയ്യൽ നീണ്ടുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിൽ ചില നിർണായകമായിട്ടുള്ള മൊഴികൾ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ അവിനാശ് ശുക്ല അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ അയോധ്യ രാമക്ഷേത്രത്തിൽ സംഭാവനയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് നടന്നുവെന്ന് അവിനാശ് ശുക്ല സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഉദ്യോഗ തലത്തിൽ വലിയൊരു ശൃംഖല ഇതിനായി പ്രവർത്തിച്ചിരുന്നുവെന്നും ഈ സംഭാവന കൊള്ളയിൽ പങ്കുള്ള മറ്റ് ആളുകളുടെ പേരുകളടക്കം അവിനാശ് ശുക്ല അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായിട്ടാണ് വിവരമുള്ളത്. ഈ സംഭാവന ക്രമക്കേട് നടത്തി ലഭിച്ച തുക അത് വീടും വസ്തുവും വാങ്ങാൻ ഉപയോഗിച്ചു എന്ന മൊഴി കൂടി അന്വേഷണ സംഘത്തിന് മുൻപ് അവിനാശ് ശുക്ല നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിനാശ് ശുക്ലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിർണായക നീക്കങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഇന്ന് അയോധ്യയിലെ ഒരു യോഗ സെന്ററിൽ നിന്ന് ഒരു പെട്ടി കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ പെട്ടിക്ക് പുറത്ത് ഈ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് സംഭാവനകൾ നൽകുന്നതിനുള്ള QR കോഡിന്റെ ഒരു സ്റ്റിക്കർ കൂടി പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2017 അവിനാശ് ശുക്ല ഈ യോഗ സെന്ററിൽ എത്തിയിരുന്നുവെന്നും പിന്നീട് ഏറെക്കാലം അവിടെ അദ്ദേഹം ജോലി ചെയ്തിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ യോഗ സെന്ററിലെ അധികാരികൾ തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് മാറുകയും ക്ഷേത്ര ജീവനക്കാരനായി എത്തുകയും പിന്നീട് അവിടെ വലിയ രീതിയിൽ സംഭാവന കൊള്ള നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ CCTV ദൃശ്യങ്ങളടക്കം നിരീക്ഷിക്കുന്ന ആളുകൾ അത് കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും അവിനാശ് ശുക്ല അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഏതാണെങ്കിലും പ്രാഥമിക റിപ്പോർട്ട് അന്വേഷണ സംഘം നൽകി. അതിന് പിന്നാലെ വിശദമായിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള മൊഴികൾ, വിവരങ്ങൾ, തെളിവുകളടക്കം ശേഖരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അന്തിമ റിപ്പോർട്ട് നൽകുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.